10 വാര വീതിയുള്ള തിരുവനന്തപുരത്തെ റോട്ടില് ലോറി ബസ്സുമായി, ബസ് കാറുമായി, കാറ് ജീപ്പുമായി, ജീപ്പ് ബൈക്കുമായി, ബൈക്ക് ആട്ടോയുമായി കൂട്ടിയിടിക്കുന്നുവെങ്കിൽ, കൂട്ടിയിടിച്ച് ദിനേന ഓരോരുത്തരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെ യുഗങ്ങളെ താണ്ടി കടന്നുപോയ മനുഷ്യ സമൂഹത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരാണ്? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ആരാണ് ആകാശത്തിലെ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നതാരാ? ഒന്നും ഒന്നിനോട് തട്ടാതെ, ഒന്നും ഒന്നിനോട് മുട്ടാതെ, ഒന്നും ഒന്നിനോട് കൂട്ടിയിടിക്കാതെ, എല്ലാം അതിന്റെ പ്രബല പദത്തിലൂടെ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആരാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന്റെ സുഖം എന്തെന്നറിയാ? ഞാനൊന്ന് തൊട്ട് നോക്കിയതാ. ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു രസമായി എനിക്ക് അനുഭവപ്പെട്ടതാ. എന്നാലൊന്ന് ഇരുന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് ഇരുന്ന് നോക്കിയതാ. ഇരുന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് അനുഭവപ്പെട്ട ആനന്ദം എത്രയോ വലുതാണ്. എന്നാളൊന്ന് കിടന്നാൽ എത്ര സുഖമുണ്ടെന്നറിയാൻ. പരിപരുത്ത തറയിലും പരിപരുത്ത പായലും കിടന്ന് ശരീരത്തിന് തഴമ്പ് പിടിച്ചു പോയെന്റെ ശരീരം ഈ മനോഹരമായ പട്ടിന്റെ മെത്തയിലൊന്ന് കിടന്നാൽ എത്ര സുഖമുണ്ടെന്നറിയാ. ഞാനൊന്ന് കിടന്നപ്പോൾ ആ സുഖത്തിന്റെ മാസ്മരീകതയില്, ആ സുഖത്തിന്റെ രസത്തില് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ്. എന്റെ ഭർത്താവ് വിദൂരത്തിലാണെങ്കിലോ, എന്റെ ഭർത്താവ് വിദൂരത്തിലാണെങ്കിലോ, എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ, എന്റെ ഭർത്താവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കുന്നു, എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യലാണ് എന്റെ പണി, അല്ലാതെ എന്റെ ഭർത്താവിനെ വഞ്ചിക്കലല്ല. എനിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ആരാണ് ഇറങ്ങി വരുന്നത്? ശിരസിൽ രത്നകിരീടങ്ങളില്ല, മുത്തുകൾ കൊണ്ട്, പവിഴങ്ങൾ കൊണ്ട്, മുത്തുരത്നങ്ങൾ കൊണ്ട്, ഗോമേലകങ്ങൾ കൊണ്ട് പതിപ്പിക്കപ്പെട്ട മനോഹരമായ രത്നകിരീടങ്ങളില്ല. അതുപോലെ മനോഹരമായ പട്ടിന്റെ വസ്ത്രങ്ങളില്ല. ഒരു കരിമ്പടത്തിന്റെ വസ്ത്രം എടുത്തു ധരിച്ചിട്ട് തലയിൽ ഒരു മനോഹരമായ തൊപ്പിയും വെച്ച് കയ്യിലൊരു മുസഹഫും പിടിച്ചിരിക്കുന്നു. ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, ഇന്ന് മുതൽ ഞാൻ ആരാണെന്നറിയുമോ? അല്ലാഹനെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നവര് ആദ്യം ഭൗതികമായ സുഖങ്ങൾ ഉപേക്ഷിക്കലാണ്, ഭൗതികമായ സുഖങ്ങൾ വേണ്ട എന്ന് വെക്കലാണ്, ഭൗതികമായ സുഖങ്ങളെ മാറ്റി വെച്ചിട്ടാണ് പടച്ച തമ്പുരാനുമായി ബന്ധപ്പെടാനുള്ളത്. ആരെങ്കിലും ഭൗതിക സുഖങ്ങളും അല്ലാഹനെ ഒരുമിച്ച് കൂട്ടാൻ നോക്കിയാൽ, ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ ആ ഭൗതികതയുടെ അകത്തലങ്ങളിൽ പെട്ട് ഞെരിഞ്ഞമർന്ന് ചത്തുപോകും. ചീട്ട് കളിക്കുമ്പോ തെറ്റാറില്ലയോ? മദ്യം കുടിക്കുമ്പോ തെറ്റാറില്ലയോ? ലോട്ടറി അടിക്കുമ്പോ തെറ്റാറില്ലയോ? ഇന്ന് സമൂഹത്തിൽ കാണുന്ന ആചാരങ്ങളോ, മദ്യം കുടിച്ചുകൊണ്ട് പരസ്പരം അടികൂടാറില്ലയോ? സഹോദരനെ കുത്തിക്കൊല്ലാറില്ലയോ? മാതാവിനെ കുത്തിക്കൊല്ലാറില്ലയോ? മൺവെട്ടി കൊണ്ട് പിതാവിന്റെ തലക്കടിച്ചു കൊല്ലാറില്ലയോ? സ്വന്തം സഹോദരിയെ വ്യഭിചരിക്കാറില്ലയോ? പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ ചവിട്ടിക്കൊല്ലാറില്ലയോ? അതെ, പ്രിയപ്പെട്ട ഭർത്താവ് വിദൂരത്തിലാണെങ്കിലും ആ ഭർത്താവിനെ വഞ്ചിക്കലില്ല എന്റെ ജോലി. ആ ഭർത്താവിനെ ദുആ ചെയ്യലാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യ വിദൂരത്തിലാകട്ടെ, ഇവിടെ നീ വേണ്ടാധീനം കാണിക്കണ്ട. നിന്റെ ഭർത്താവ് വിദൂരത്തിലാകട്ടെ, എത്രയോ കഷ്ടപ്പാടാണ് ഗൾഫ് ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്. കാലത്തെഴുന്നേറ്റ് പല്ല് തേച്ചെങ്കിൽ തേച്ചതായി, കാപ്പി കുടിച്ചെങ്കിൽ കുടിച്ചതായി, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചെങ്കിൽ കഴിച്ചതായി, രാത്രി ഒന്ന് കഴിച്ചെങ്കിൽ കഴിച്ചതായി. ഒരു ക്ലാസ് മദ്യം കുടിച്ചു പോയാൽ ലം യഖ്ബലില്ലാഹു മിൻഹു 40 സ്വബാഹ, 40 ദിവസം അവൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കില്ല. ഇത് വഴിയമ്പലമല്ലെങ്കിൽ പിന്നെന്താണ്? ഈ കൊട്ടാരത്തിലെ വർഷങ്ങളോളമായ ഭരണം നടത്തിയ നേതാക്കന്മാരെവിടെ പോയി? അങ്ങയുടെ പിതാവാകുന്ന അദ്ദേഹം ഇവിടെ ഭരണം നടത്തിയതല്ലേ? അദ്ദേഹത്തിന്റെ പിതാവ് ഭരണം നടത്തിയതല്ലേ? പല നേതാക്കന്മാരെ ഭരണം നടത്തിയതല്ലേ? അവരെല്ലാം എവിടെ പോയി രാജാവേ?
എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്ത് വിലപ്പെട്ട സമയം, എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം തീഷ്ണമായ അവസ്ഥ സംജാതമായാലും, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാലും, നിന്റെ റബ്ബിനെ പേടിച്ചിട്ട്, അള്ളാനെ ഭയപ്പെട്ടിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോകണേ.